എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബാലചന്ദ്രൻ അലീനയെ കൂട്ടി സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ബാലചന്ദ്രന് ഷെയ്ക്കാൻഡ് കൊടുത്ത ശേഷം സ്റ്റാൻലി ആകട്ടെ കൈ നേരെ അലീനയ്ക്ക് നേരെ നീട്ടുന്നു. എന്നാൽ അലീന മടിച്ചു നിൽക്കുന്നു. അലീനയ്ക്ക് താല്പര്യമില്ലെന്ന് കാണുന്ന സ്റ്റാൻലി തന്റെ കൈ പിൻവലിക്കുന്നു. സ്റ്റാൻലി ആകട്ടെ അലീനയോട് ക്ഷമ പറയുന്നുണ്ട്. അന്ന് വീട്ടിൽ വന്ന സമയത്ത് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല, അതെന്റെ മിസ്റ്റേക്കാണ്, സോറി എന്ന അലീനയോട്. ബാലനും അത് തന്നെ ശരിവെക്കുന്നുണ്ട്. ഞാനും കൂടെ ചേർന്നിട്ടാ. അപ്പോഴത്തെ സാഹചര്യത്തില് അത് അങ്ങനെ തന്നെ വേണമായിരുന്നു. ഇത്രയും കൂടെ കേട്ടപ്പോ അലീനയ്ക്ക് തന്റെ സങ്കടവും ദേഷ്യമൊന്നും പിടിച്ചു വെക്കാനായില്ല. കരഞ്ഞുകൊണ്ട് അലീനയാകട്ടെ വീടിന് പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ടപാടെ സ്റ്റാൻലി ബാലനോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങള് അലീനയോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? മറുപടിയെ ബാലൻ, ഞാനെന്ത് പറയാം, നിങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെയല്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് പറയാമെന്നാണ് സ്റ്റാൻലി ബാലനോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാ ഇത്രയും ദൂരം ഞാൻ അലീനയെ ഇവിടെ വരെയെങ്കിലും കൊടുത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയെന്ന് സ്റ്റാൻലിയോട് ബാലൻ. നിങ്ങളപ്പോൾ ഒന്നിനെ പറ്റിയും പറഞ്ഞിട്ടില്ലേ? മറുപടിയെ ബാലചന്ദ്രൻ, സ്റ്റാൻലി എന്നൊരാളാ അവളുടെ അച്ഛനെന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാ പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനന്ന് അവിടെ കാണാമെന്ന വിവരം അറിയിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഇല്ലെന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ അലീന പിണങ്ങിപ്പോയതെന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. മറുപടിയെ ബാലൻ, പിണങ്ങിപ്പോകാനോ? അവൾ എവിടെ വരെ പോവാൻ? ഇതെല്ലാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാലൻ പുറത്തേക്ക് പോകുന്നു. ബാലൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അലീന എന്താ ഒരു തോണിൽ ചാരി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ചേർന്ന് തന്നെ പറ്റിച്ചു എന്നുള്ള തോന്നലാണ് അലീനയുടെ മനസ്സിൽ മുഴുവൻ. ബാലനെ കണ്ടപാടെ അലീന ചോദിക്കുന്നു, അച്ഛൻ എന്നോട് കള്ളം പറഞ്ഞില്ലേ? മറുപടിയെ ബാലൻ, ഞാൻ കള്ളമല്ല പറഞ്ഞതെന്ന് പറയുന്നു. എങ്കിലും എന്നിൽ നിന്ന് അച്ഛൻ സത്യം എന്തിനാ മറച്ചു വെച്ചത്? മറുപടിയെ ബാലചന്ദ്രൻ, അത് അപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ പേര് പോലും പറഞ്ഞില്ലല്ലോ, ലാലിച്ചൻ എന്നല്ലേ പറഞ്ഞത്? ഇത് കേൾക്കുന്ന ബാലൻ, സ്റ്റാൻലിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാ ലാലിച്ചൻ എന്നത്. അലീന വീണ്ടും ആവർത്തിച്ച് ബാലനോട് ചോദിക്കുന്നത് ഒന്ന് തന്നെയാണ്, എന്തിനാ രണ്ടുപേരും കൂടി എന്നോട് വീണ്ടും കള്ളത്തരം കാണിച്ചത്? ഇതിനുള്ള മറുപടിയായി ബാലൻ അലീനയോട് സംസാരിക്കുന്നു. മോളെ, നീ 23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഞാനിവിടെ വന്ന് സ്റ്റാൻലിയെ കണ്ട് സംസാരിക്കുന്നത് വരെ ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള വിവരം അയാൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. നിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, എന്തിന് ഞാൻ ആരെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ വന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ വിശ്വസിക്കും ഈ കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അന്വേഷിക്കണ്ടേ? അതിനെപ്പറ്റി സത്യാവസ്ഥ ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയാ അന്ന് സ്റ്റാൻലി വീട്ടിലേക്ക് വന്നത്. ഇതൊക്കെ ആണെങ്കിൽ ശരി, നിന്നെ മകളായിട്ട് അംഗീകരിക്കാനുള്ള സാഹചര്യവും മനസ്സും കൂടി അയാൾക്ക് വേണ്ടതെന്നാണ് ബാലൻ ചോദിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന അലീന മറ്റൊന്നാണ് ബാലനോടായി ചോദിക്കുന്നത്. ഒരച്ഛന് സ്വന്തം മകളെ അംഗീകരിക്കാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടണം? അലീനയോടായി ബാലന് പറയാനുള്ള മറുപടി മറ്റൊന്നായിരുന്നു, ഇത് സിനിമയല്ല മോളെ. തനിക്ക് ഇങ്ങനൊരു മകളുണ്ടെന്നറിയുമ്പം ഓടി വന്ന മകളെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ വേണ്ടി. അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റി നോക്കേണ്ടി വരും? ഭാര്യ, മക്കള്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. അതുമാത്രമല്ല, ഇപ്പോൾ സ്റ്റാൻലി ജോസഫ് എന്ന വീട്ടിൽ വന്ന സമയത്ത് ഇതാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് നിന്നെ സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്കത് വിഷമമാവത്തില്ലേ? അതുകൂടെ കൊണ്ടിട്ടാ നിന്നിൽ നിന്ന് ഞാനത് മറച്ചു വെച്ചതെന്നാണ് ബാലൻ പറയുന്നത്. അലീന മറ്റൊന്ന് ബാലനോടായി ചോദിക്കുന്നു, എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അച്ഛനോടൊപ്പം പറഞ്ഞിട്ടില്ലായിരുന്നോ? മറുപടിയെ ബാലചന്ദ്രൻ, അക്കാര്യം എന്നെ അറിയിച്ചത് തന്നെ ഇന്നലെയാണ്, അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അലീന തന്റെ ആശങ്ക ഓരോന്നായി ബാലനോട് പങ്കുവയ്ക്കുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. മറുപടിയെ ബാലചന്ദ്രൻ, സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ആരാ അത്? എത്ര മക്കളുണ്ടെന്നൊക്കെയാ അലീന ചോദിക്കുന്നത്. മറുപടിയെ ബാലചന്ദ്രൻ, അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല, മാത്രമല്ല അറിയാനൊട്ടും താല്പര്യമില്ല. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ആരോടാ ഞാൻ ചോദിക്കേണ്ടതെന്നാണ് അലീന ചോദിക്കുന്നത്. മറുപടിയെ ബാലചന്ദ്രൻ, നിന്റെ അപ്പനോട്. നീ കണ്ടതല്ലേ അകത്ത് വെച്ച്? കണ്ടുവെന്നും എനിക്ക് എന്തോ പോലെ തോന്നുന്നുവെന്നാണ് അലീന ബാലനോട് പറയുന്നത്. ഇത് കേൾക്കുന്ന ബാലൻ, മോളെ, അത് മുഴിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ, അലീന അതെന്റെ അച്ഛനാണെന്നല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലായി. അലീന പറഞ്ഞു തുടങ്ങിയതിനെ പൂർണ്ണമാക്കാൻ സമ്മതിക്കാതെ ബാലചന്ദ്രൻ അലീനയെ തടുക്കുന്നു. എനിക്ക് അയാളെ വ്യക്തിപരമായിട്ട് ഒട്ടും ഇഷ്ടമല്ല. അയാളുടെ ഒരു കാര്യം പറയുന്നത് പോലും എനിക്ക് തീരെ താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശത്രുവായിട്ട് കാണേണ്ട ആളാ ഈ സ്റ്റാൻലി. അതും നിന്നെപ്പറ്റി ഓർത്തുകൊണ്ട് മാത്രമാ ഇവിടെ വരെയെങ്കിലും എത്തിയത്. ഇതെല്ലാം കേൾക്കുന്ന അലീന ബാലനോട് ക്ഷമ പറയുന്നു. സോറി അച്ഛാ, ഞാൻ എൻ്റെ അവസ്ഥ മാത്രമേ ആലോചിച്ചുള്ളൂ. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ അലീനയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബാലൻ മറ്റു ചില കാര്യങ്ങൾ കൂടി അലീനയെ അറിയിക്കുന്നുണ്ട്. അയാള് നിന്റെ സംരക്ഷണം കൂടി ഏറ്റെടുത്തോളാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും അയാളുടെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ മോളെ? വിവാഹത്തിന് മുമ്പ് അന്യ സ്ത്രീയിലുണ്ടായൊരു മകളെ പറ്റി ആരും അഭിമാനത്തോടു കൂടി പറയത്തില്ല. അത് നീ മനസ്സിലാക്കണമെന്നാണ് ബാലൻ അലീനയോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അലീനയും തലയാട്ടുന്നു. എങ്കിൽ വാ, നമുക്ക് അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അലീനയെ കൂട്ടി ബാലചന്ദ്രൻ അകത്തേക്ക് പോകുന്നു.
ഇതേ സമയം തന്നെ സ്റ്റാൻലിയുടെ അടുക്കളയിലാകട്ടെ തകൃതിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന 3 പേർക്ക് തന്നെ അറിയേണ്ടത് അലീനയും ബാലചന്ദ്രനും ആരാണെന്നുള്ള കാര്യമാണ്. ആൻ്റപ്പൻ അവരോടെ പറയുന്നു, ആ വന്നേക്കുന്നത് ഇന്നാളെ വന്നിട്ടുള്ള അതേ പാലാക്കാരൻ തന്നെ. കൂടെയുള്ളത് അയാളുടെ മകളും. അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഇത് കേട്ടപാടെ മറ്റൊരാൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ സ്വന്തം മകളെ ആരെങ്കിലും ഇങ്ങനെയുള്ളവരടുത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമോ? ആൻ്റപ്പനിപ്പോ അവരോടെ പറയുന്നു, അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. ആ കുട്ടിക്ക് താമസിക്കാൻ വേണ്ടിയാ സാർ എന്നോട് ഗസ്റ്റ് റൂം റെഡിയാക്കാനായിട്ട് പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഡ്രൈവർ ആകട്ടെ ആൻ്റപ്പൻ ചേട്ടനോടെ ചോദിക്കുന്നു, ആ പെണ്ണെ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇത് കേട്ടപാടെ ആൻ്റപ്പൻ അവരോട് എതിർക്കുന്നുണ്ട്. കേണൽ സാബ് കേൾക്കണ്ട, സാർ അങ്ങനത്തെ ഒരാളല്ല. എന്തൊക്കെയായാലും കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? കേണൽ സാബ് ഇനിയും റോങ് സൈഡിലൂടെ വല്ലതും വണ്ടി ഓടിച്ചിട്ടുണ്ടാവുമെന്നാണ് അതിലൊരാൾ ചോദിക്കുന്നത്. ഇതൊക്കെയായാലും കാര്യങ്ങൾ വൈകാതെ എല്ലാവരും തന്നെ അറിയില്ലേ എന്ന് പറഞ്ഞ് അവരാ ചർച്ച നടത്തുന്നു. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് തീർക്കെ തന്നെ സ്റ്റാൻലി ആൻ്റപ്പനെ എന്തോ ആവശ്യത്തിനായി വിളിക്കുന്നു. അതേസമയം തന്നെ സ്റ്റാൻലി അലീനയോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. പിണക്കം മാറ്റിയെന്ന് ബാലിനോട് ചോദിക്കുന്നുണ്ട്. പിണക്കമൊന്നുമല്ല, ആദ്യം കണ്ട സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചില്ലേ, അതുകൊണ്ടുള്ള ചെറിയൊരു പരിഭവം, അത്രേ ഉള്ളൂ. കാര്യങ്ങള് കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമെന്ന് ഒട്ടും തന്നെ കരുതിയില്ല. കുറെ കാലം ഞാൻ പട്ടാളത്തിലായിരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു മുരടനാണെന്നാ അപ്പച്ചൻ പറയുന്നത്. അപ്പച്ചൻ്റെ അത്ര ലോകപരിചയം ഒന്നും തന്നെ എനിക്കില്ല. എന്നാൽ ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ അലീനെ പറ്റിയാണ് സ്റ്റാൻലിയോട് പറയുന്നത്. അലീന പക്ഷേ അങ്ങനൊന്നുമല്ല, ഭയങ്കര ഇമോഷണലാ. സ്നേഹമുള്ളതും ഇല്ലാത്തതും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പുറമെ കാണിച്ചാൽ പോരാ, ഉള്ളിൽ വേണമെന്നാ ബാലൻ പറയുന്നത്. സ്റ്റാൻലി ബാലിനോടെ പറയുന്നു, ഞാനിനി അതെല്ലാം ഒന്നുകൂടി പഠിക്കണം. എൻ്റെ കയ്യിൽ അതെല്ലാം വേണ്ടുവോളം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ധാരാളം കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. പിന്നെ അത് എപ്പോഴൊക്കെയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി. ഇനി ബാക്കിയെല്ലാം എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം സംസാരിക്കാമെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ ഞാനും അലീനയും വരുന്ന വഴിക്ക് വെച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്തായാലും എൻ്റെ വീട്ടിൽ വന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഗസ്റ്റ് അല്ലേ നിങ്ങൾ? ചെറിയ സ്നാക്സോ ഡ്രിങ്ക്സോ എന്തെങ്കിലും കഴിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് പോകാവൂന്നാണ് സ്റ്റാൻലി ആവശ്യപ്പെടുന്നത്. അലീനയെ നിർബന്ധിച്ചുകൊണ്ട് ബാലൻ അതിന് വഴങ്ങുന്നു. അങ്ങനെ സ്റ്റാൻലി അവരെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രനെയും അലീനയും ഡൈനിങ് ഹാളിൽ ചെന്നിരുത്തിയ ശേഷം അവരോട് കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. സ്റ്റാൻലിയുടെ വീട്ടിൽ കുക്കായി ജോലി ചെയ്യുന്ന പൗലോസാണ് ചായയും മറ്റുമെല്ലാം അവർക്ക് വിളമ്പിക്കൊടുക്കുന്നത്. അദ്ദേഹത്തെ അലീനയെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ അവിടെയുള്ള മറ്റു ജോലിക്കാരെ കൂടി അലീനയെ കാണിച്ചു കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അങ്ങോട്ടേക്ക് വരുന്ന ബൈജു എന്ന തന്റെ ഡ്രൈവറെയും ആൻ്റപ്പനെയും എല്ലാം അലീനയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ പൗലോസും ആൻ്റപ്പനും ബൈജുവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സ്റ്റാൻലി ജോസഫ് അവരോടെ പറയുന്നത്. അവരെയെല്ലാം അലീനയ്ക്ക് പരിചയപ്പെടുത്തിയ ശേഷം തിരിച്ചിപ്പോ സ്റ്റാൻലി അലീന ആരെന്ന് അവരെ അറിയിക്കുന്നു. ഇത് അലീന എൻ്റെ മകളാണെന്ന്. എനിക്ക് ഇങ്ങനൊരു മകളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. എനിക്കും അറിയില്ലായിരുന്നു എന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇദ്ദേഹം ബാലചന്ദ്ര മേനോൻ, പാലായിലെ വലിയൊരു ബിസിനസ്മാനാ. ഇദ്ദേഹമാണ് എനിക്ക് എൻ്റെ മകളെ കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ എങ്ങനൊരു മകൾ ഇങ്ങനെ ഉണ്ടായി എന്നോർത്ത് നിങ്ങൾ അധികം ആലോചിച്ച് തലമുണ്ടാക്കണ്ട. 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്ര കൺട്രോൾമെന്റിൽ ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച സ്ത്രീ പ്രസവിച്ച മകളായതെന്ന് പറയുന്നു. ഇനി നിങ്ങളെല്ലാം അകത്തേക്ക് പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കോ എന്ന് പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്ന് സ്റ്റാൻലി പറഞ്ഞയക്കുന്നു. അവരെല്ലാം പോയ ശേഷം സ്റ്റാൻലി അലീനയോടും ബാലിനോടും പറയുന്നു, എനിക്ക് അത്രയെങ്കിലും അവരോട് പറയണം, ഇല്ലെങ്കിൽ ഇന്നേ വരെ ഈ ഭൂമിയിൽ ഉണ്ടാക്കാത്ത വിധത്തിലുള്ള പുതിയ എന്തെങ്കിലും കഥകൾ അവർ മെനഞ്ഞുണ്ടാക്കും. എല്ലാം കേട്ട ശേഷം ബാലിൽ നിന്ന് സ്റ്റാൻലിയോടെ ചോദിക്കുന്നു, അലീനയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എന്നോടാ ചോദിച്ചത് സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളും ഒന്നും ഇല്ലേന്ന്. മറുപടി സ്റ്റാൻലി, ഭാര്യ, മക്കള്, ബന്ധുക്കള് എല്ലാവരും തന്നെ ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ തോട്ടവും ബംഗ്ലാവും ഒക്കെ നോക്കാൻ വേണ്ടി ഞാൻ വെച്ച വീടായത്. അഞ്ചലിലെ മറ്റൊരു വീട്ടിലാ ഭാര്യയും മക്കളും ഒക്കെ താമസിക്കുന്നത്. ധൃതി വെക്കണ്ട, അവരെല്ലാം ഉടനെ തന്നെ എന്തായാലും പരിചയപ്പെടേണ്ടി വരും. ടേബിളിൽ നിർത്തിയിട്ടുള്ള ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാത്തത് കണ്ടുകൊണ്ട് തന്നെ സ്റ്റാൻലി അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഒന്നും കഴിക്കുന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന ബാലൻ അലീനയോടെ പറയുന്നു, കേട്ടില്ലേ, ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ജോലികളൊന്നും തന്നെ ഇല്ല. ഭക്ഷണം വെച്ച് തരാനും എല്ലാത്തിനും തന്നെ ആളുകളുണ്ട്, കഴിച്ചു കൊടുത്താൽ മാത്രം മതി. സ്റ്റാൻലിയും അത് ശരിവെക്കുന്നുണ്ട്. ഇവിടെ ചെയ്യാനായിട്ട് അങ്ങനെ ജോലിയൊന്നും തന്നെ ഇല്ല. ബോറടിക്കുവാണെങ്കിൽ TV കാണാം, പാട്ട് കേൾക്കാം, അതുമല്ലെങ്കിൽ ബുക്കുകൾ വായിക്കാം. കൂടാതെ കൂട്ടുകൂടാനായിട്ട് എൻ്റെ നായ്ക്കളും ഉണ്ട്. വളരെ സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളവരാ അവരൊക്കെ തന്നെ. ഇങ്ങനെ അലീനയെ അവിടെ യാത്രയാക്കിയിട്ട് ബാലൻ തിരിച്ച് പാലയിലേക്ക് മടങ്ങുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.